ഗൈസ് സോമചേച്ചി അവിടെ ഇരിപ്പുണ്ട്. സോമചേച്ചിയോട് ചോദിച്ചു നോക്കാം യാഷിന് നാളെ എന്താ കൊടുത്തു വിടുന്നേന്ന്. അമ്മ നാളെ യാഷിന് എന്തോ കൊടുത്തു വിടുന്നേ? നാളെ അവന് കൊടുത്തുവിടാനൊന്നുമില്ല, വല്ല ഡ്രൈ ഫ്രൂട്ട്സോ. ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തു വിടുന്നു സ്കൂളിൽ നിന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, നമ്മള് കൊടുത്തു വിടുന്നതല്ലേ വല്ലപ്പോഴും. തീർന്നിരിക്കുവാണോ എല്ലാം? എല്ലാം തീർന്നു. എല്ലാം തിന്നു തീർത്തു. അല്ല, അവന് പറ്റിയില്ലേ കറുത്ത സാധനം ഭയങ്കര ഇഷ്ടമല്ലേ? മിനിയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോ ഞാൻ എടുത്തു കൊടുത്തു. വെരി ഗുഡ്. അത് കുഴപ്പമില്ല. നമുക്ക് നാളത്തേക്കില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചാൽ മതിയോ അതോ മറ്റേ സ്നാക്സ് മേടിച്ചാൽ മതിയോ? പിന്നെ ചോക്കോപ്പയും കൂടെ മേടിക്കണം. ചോക്കോപ്പൈ നമുക്ക് നോക്കാം. അല്ലാതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തുവിടാം എന്തുകൊണ്ട്? എല്ലാ ദിവസവും ഈ ചിപ്സും ലേസും അല്ലേ കൊടുത്തുവിടുന്നേ? അപ്പൊ എവിടെ പോയി മേടിക്കണം? മാഗി ആന്റിയുടെ കടയിൽ, മറ്റേ പള്ളിമുക്കിലുള്ള മാഗി ആന്റിയുടെ കടയിൽ അല്ലേ? ഞാൻ പോയിട്ട് വരാം. ഞാൻ പുറത്തു പോകാൻ പോവാ. പോയിട്ട് വന്നിട്ട് നമുക്ക് ഒരിടത്ത് പോകണം. ഞങ്ങൾക്ക് കണ്ണ് കാണിക്കാൻ പോണം ഗൈസ്. കണ്ണ് വയ്യ. സോമചേച്ചിയുടെ കണ്ണെന്തിയെ? സോമചേച്ചിയുടെ കണ്ണിന് എന്തോ പറ്റി ഗൈസ്? എന്തോ ഒരു അപാകത ഉണ്ട്. ഞാൻ പുറത്തു വരെ പോകുമ്പോ അപ്പൊ അത് മേടിച്ചിട്ട് വന്നാൽ മതിയോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ പോയിട്ട് വരാം. പോട്ടെ ഗൈസ്. സോമചേച്ചി പോട്ടെ. സോമചേച്ചി ഫുൾ ടൈം ഫോണിലാണ് ഗൈസ്. രാവിലെ അങ്ങനെ ജോലിയെല്ലാം തീരും, പിന്നെ ഫുൾ ടൈം ഫോണില്ല. ഞാൻ പോയിട്ട് വരട്ടെ. ജോലിയെല്ലാം തീർന്നില്ലേ? മുറ്റം തൂത്തു, കറി വെച്ചു. അപ്പൊ ഞാൻ പള്ളിമുക്ക് വരെ പോയതിൻ്റെ കൂടെ വാ, ഞാൻ കടയൊക്കെ കാണിച്ചു തരാം നിങ്ങൾ. അപ്പൊ പോരെ, നേരെ നമുക്കൊരു ഓട്ടോ എടുത്ത് പള്ളിമുക്കിലേക്ക് പോവാം. വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളിമുക്ക്. ഒരു പഴയാറ്റുംകുഴി ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ പള്ളിമുക്കാണ് ഞങ്ങൾക്ക്. അവിടെയാണ് നമുക്ക് ദുവ വരുന്നത്. ദുവയിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. DDRCയിലൊക്കെ കഴിഞ്ഞ് നന്ദില ജിമാർട്ടിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ദുവ. ചെറിയ കടയാണ് പുറത്തുനിന്ന് നോക്കുന്നതെങ്കിലും പക്ഷേ കമനീയമായ ഒരു ശേഖരമാണ് ഇതിനുള്ളത് കേട്ടോ. 2 മണിയങ്കുളം ഫർണിച്ചറിന് തൊട്ട് നടുക്കായിട്ട് വരും ദുവ. അപ്പൊ നമുക്ക് ദുബായിൽ നിന്ന് കയറി നോക്കാം. മാഗി ആന്റി ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. മാഗി ആന്റിയുടെ കടയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ കൂടെ പഠിപ്പിച്ചതാണ് മാഗി ആന്റി. അപ്പോ ഞങ്ങൾ അവിടെ നിന്നാണ് സ്ഥിരം പർച്ചേസ് ചെയ്യാറുള്ളത്. ഞങ്ങളുടെ അമ്മായിമ്മ പറഞ്ഞിട്ട് വന്നതാണ്. എന്താ വാങ്ങിക്കാൻ വന്നത്? എല്ലാം വാങ്ങിക്കണം. എല്ലാം വാങ്ങണം. പോയി കാണിച്ച എനിക്ക് മറ്റേ ഇങ്ങനെ കറക്റ്റിരിക്കുന്ന മറ്റേ പ്ലംസ് ഇല്ലേ? കറക്റ്റിരിക്കുന്ന പ്ലംസ്. പേരെനിക്ക് ബ്ലാക്ക്ബെറിയാ? അപ്പൊ ബ്ലാക്ക്ബെറി വേണം. അത് കുറച്ച് മതി. അവന് ഈ സ്കൂളില് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ കൊണ്ടുവിടാൻ പറ്റുന്നു. ഇതാരാണെന്ന് അറിയാവോ? ഞങ്ങളുടെ മാഗി ആന്റി. പപ്പ കമ്പനി. അപ്പൊ പപ്പ വരുവാണെങ്കിൽ പപ്പയെ കാണിച്ചു തരാം. അല്ലെങ്കിൽ മാഗി ആന്റിയെ മാത്രമേ കാണാൻ പറ്റും. മാഗി ആന്റി എന്തിനാ അസ്തപ്പട്ടിയായിട്ട് നോക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്ക്, മാഗി ആന്റിയുടെ കടയാണ് കേട്ടോ ഇത് ദുവ. അപ്പൊ ഞങ്ങൾ ഇവിടുന്നാണ് മിക്കപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുന്നത്. അപ്പൊ എനിക്ക് ആ കറക്റ്റ് സാധനം വേണ്ടേ. പ്ലംസ് നാണൊക്കെ വരുന്ന മാഗി. നമുക്ക് ഗൈസ് ഒരു കടയുടെ മുതലാളി ഇത്ര നാണമൊന്നും പാടില്ല. ചെറുതാണെങ്കിലും ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇവിടെ കുനാഫ ചോക്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. ഈ സാധനം ഒന്നും മേടിക്കണം. കാണിച്ചാ മറ്റേ ഈ പ്ലംസ് ആണ് വേണ്ട. ഈ ബ്ലാക്ക് എത്ര വേണം? എത്ര വേണമെന്ന് പറഞ്ഞാൽ എത്ര തരും നിങ്ങൾ? എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും തരും. അത്രയും തരും. ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കണമെങ്കിൽ എന്താ നമുക്ക് വില കുറവല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള കടകളെക്കാളും വില കുറവാണ് ഇവിടെ അല്ലേ? ഒരു മാർജിനെക്കാട്ടി എങ്ങനെ ആയാലും ഒരു 100-200 രൂപ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഈ നട്ട്സ് എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ സ്വന്തം കമ്പനിയിലെ നട്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മാർജിൻ ഇട്ട് കൊടുക്കാൻ പറ്റും. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോ ഇത് ഈ നട്ട്സ് എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്ത നട്ട്സ്. അതായത് ഈ നട്ട്സ് 2 രീതിയിൽ പ്രോസസ് ചെയ്യാമല്ലോ. പിന്നെ അത് പുഴുങ്ങിയെടുത്ത് വെക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ ഡ്രം റോസ്റ്റും ഉണ്ട്. പരമ്പരാഗത സംസ്കരണ രീതി. അതുകൊണ്ട് 10-35 വർഷമായിട്ട് ഈ ബിസിനസ്സിൽ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്കത് അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? അതാണ് അതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. പപ്പ എന്നോട് പറയുകയും ചെയ്തു, നീ എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കോ, അതിനെക്കാട്ടി മാറിനെക്കാട്ടി അല്ലെ ഒരു 100-200 രൂപ നമുക്ക് നിങ്ങൾക്ക് ഇതിനടുത്ത് തന്നെ ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കാണാൻ പറ്റും. സ്റ്റിൽ നമ്മൾ പറയുന്നത് ദുബായുടെ പ്രത്യേകത എന്താണ്? ആ മാർജിനെ കാട്ടി കുറച്ച് കിട്ടും. നല്ല ഫ്രഷ് സാധനം, നല്ല ക്വാളിറ്റി. നമ്മുടെ സാധാരണക്കാർ നമ്മുടെ കമ്പനിയിൽ കൊല്ലത്ത് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടും. എക്സ്പോർട്ട് ക്വാളിറ്റി അല്ലേ? എക്സ്പോർട്ട് ക്വാളിറ്റി. അപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് മാഗി വിഷമമാണ് കഴിച്ച് എന്താണ് പറയണെന്ന് പറയാനും വയ്യ. ഞാൻ ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനല്ല, നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്,
നട്ട്സ് ഉണ്ട്. മാഗിന്റെ പഴയൊരു എച്ചമാണ് പഴയ സ്കൂളിലെ ടീച്ചർമാരൊക്കെ സബ്സ്ക്രൈബ് തരും നോക്ക്. മാഗിന്റെ പഴയൊരു സ്കൂളില് എപ്പോ കൂടെ റിട്ടയർ ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കൂടെ പോയതാ. നോക്ക്, പണ്ട് പിള്ളേരെ പഠിപ്പിച്ചോണ്ടിരുന്നേ, ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പൊ യാഷൂര് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. ഏതാ? ബ്ലാക്ക്ബെറി ആണ്. ബ്ലാക്ക്ബെറി പ്ലെയിൻ. ബ്ലാക്ക്ബെറി ആണ് അത്യാവശ്യം വേണ്ട. ട്രാവൽ ചെയ്യുമ്പോ എല്ലാവർക്കും കൊണ്ടുപോകാനൊക്കെ പറ്റും. ഞാൻ കണ്ടല്ലോ. അയ്യോ അങ്ങനെ ഞാൻ അങ്ങനെ എന്താണ് ഒന്ന് കാണിക്കും. എല്ലാം പോയി വെച്ചേ. പോയെങ്കിലും ഇത്രയില്ലേ? എനിക്കൊന്നും ഇത്രയില്ല. നോക്ക്, ഇത്രയും മുടിയുണ്ട് കഴിച്ച്. എന്റെ അമ്മയ്ക്ക് അതെങ്കിൽ 4-7 മുടിയുള്ളൂ. അയ്യോ എന്തോ പറയാനായി അല്ലേ? ഞാനും ഇവരും തമ്മിലൊക്കെ പണ്ട് തൊട്ടുള്ള ബന്ധമാണ്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോ തൊട്ട് കാണാൻ. പിന്നെ നമ്മൾ ഇത്ര ആയിരിക്കുമ്പോഴേ ഇവരുടെ സ്കൂളില് ഒരു പരിപാടിയില്ലെങ്കിലും എന്റെ സ്കൂളിൽ പോയില്ലെങ്കിൽ ഇവരുടെ സ്കൂളിൽ പോയിരിക്കും. അല്ല, ടിടിയിലുള്ള എത്ര വർഷത്തെ പരിചയമാണ് എന്റെ അമ്മയായിട്ട്? 16 വർഷത്തിന് പരിചയം ഉണ്ടാവും. ഓ, ലോങ് ബാക്ക്. ഇവർക്ക് 3 സുന്ദരനായ ആമക്കളുണ്ട്. 3 പേര്. ടിൻഡോ, ബിഷോൺ, പോൾ ഏറ്റവും ചെറുതാ. അതിനെ നോക്കണ്ട, നിങ്ങൾ അതിനെ നോക്കണ്ട. പിന്തുചേട്ടന്റെ കല്യാണമല്ലേ കഴിഞ്ഞേ? അല്ല, പിഷോൺ. മൊത്തം തെറ്റാ പറയുന്നത്. പിഷൻ ചേട്ടൻ കല്യാണം കഴിച്ചു. പിന്തുചേട്ടൻ അവൈലബിൾ ആണ്, പക്ഷെ പിന്തുചേട്ടൻ കാണണ്ട. അപ്പോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് സ്കൂളിലെ പിള്ളേരുടെ ബർത്ത്ഡേ വരുമ്പോ ആവശ്യമുള്ള ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും അല്ലേ? നമ്മള് മൊത്തത്തിൽ ഒരു പാക്കറ്റ് ആയിട്ട് വാങ്ങും. ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ നോക്കി ഏപ്രിക്കോട്ട്സ്, അത് നല്ല. പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു സാധനം ഉണ്ട്. നമുക്ക് ഈ കുനാഫ ചോക്ലേറ്റ്. അതങ്ങനെ പള്ളി മുക്കിയെടുക്കില്ല അല്ലേ? അറിയില്ല, ഇവിടുത്തെ സ്റ്റോറുകളിലൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. ഞാൻ ലുലുവില് കണ്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് പെട്ടെന്ന് കൊല്ലംകാർക്ക് പെട്ടെന്ന് പള്ളിമുക്കിന്നൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോർ. ഏതോ ഒരു മുട്ടായി ഗൈസ്. ഏത് മുട്ടായി? അതും അത്യാവശ്യം ഗൾഫിൽ നിന്ന് വരുന്നവർ കൊണ്ടുവരുന്ന ഒരു മുട്ടായി ആയത്. അത് വലിയ പാക്കറ്റ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടമുള്ളത് നമുക്ക് സോർട്ട് ചെയ്തിട്ട്. ഈ ക്വാളിറ്റി വാൾസ് നമ്മൾ പണ്ട് സ്ഥിരം ഗൾഫിൽ നിന്ന് വരുന്നവർ കൊണ്ടുവരുന്ന അല്ലേ? ഇത് സ്ഥിരം കൊണ്ടുവരുന്ന ഈ ക്വാളിറ്റി വാൾസ്, റാഫെല്ലോ ഒക്കെ. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടേ. ബിസ്ക്കറ്റ്സ് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് ഉണ്ട്. ആർക്കാ? അപ്പ അങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കത്തില്ല. ഞങ്ങൾ ഇപ്പൊ ഒരു കല്യാണം കൂടിയതേ ഉള്ളൂ അല്ലേ? ഞാനോട് ബാംഗ്ലൂർ. അപ്പൊ ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ പേപ്പർ റോൾസ് ഞാൻ വാങ്ങിയായിരുന്നു ഒരു ദിവസം വന്നപ്പോ. ഡേവിഡ് കോഫിയുടെ. അപ്പൊ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും മാഗി കഴിക്കുന്നുണ്ടോ? ഇത് ഞാൻ വാങ്ങിക്കൊണ്ട് പോയി കഴിക്കാൻ തുടങ്ങിയില്ല, തുടങ്ങണം. തുടങ്ങിയിട്ട് മുതലാളി എന്ന് പറയാം എന്തെങ്കിലും ഗുണമുണ്ടോ. ഇത് തലയിലൊക്കെ തേക്കാം. എന്ത് മാഗി? നമുക്ക് എന്തുവാ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ട്സ് ആണ് നമുക്ക് ഹൈലൈറ്റ്. നട്ട്സ് ആണ് ഹൈലൈറ്റ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫാക്ടറിയില് പരമ്പരാഗത രീതിയിൽ. അതെന്ന് പറഞ്ഞാല് 2 രീതിയിൽ ഇത് നമുക്ക് പ്രോസസ് ചെയ്യാം. അതായത് പിന്നെ പുഴുങ്ങി എടുക്കുന്നതുകൊണ്ട്, പിന്നെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് കമ്പനിക്ക് പോകാല്ലോ നമുക്ക്. അതെ, ഇവർക്ക് ഒരുപാട് കമ്പനിയൊക്കെ ഉണ്ട് ഗൈസ്. അതാണ്. ഒരുപാട് കമ്പനിയൊന്നും ഇല്ല, ഒരുപാട് കമ്പനി 5 കമ്പനി. അപ്പോഴ് നമ്മള് എടുക്കുന്നതാണ്. നല്ല പല പല ക്വാളിറ്റി ഉണ്ട്. റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈസ് അനുസരിച്ചാണ് റേറ്റ്. സൈസ് അനുസരിച്ചാണ് റേറ്റ്. നമ്മള് ഇവിടെ വേറെ ഏത് കടയിൽ പോയാലും ഇതിനേക്കാളും ഇതിനെക്കാട്ടി കുറവായിരിക്കും. നമുക്ക് നേരിട്ട് പരിപാടി ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഹാമ്പേഴ്സ് ഒക്കെ ചെയ്ത് തരത്തില്ലേ? 500 രൂപയാണെങ്കിലും നമുക്ക് വാങ്ങുന്നവരുടെ ബഡ്ജറ്റ് ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യും. അപ്പൊ ലവേഴ്സ് കമ്മിയർ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ സ്പോട്ട്. നിങ്ങൾ വലിയ വലിയ കടകളിൽ പോയാൽ ചിലപ്പോൾ അത് നടക്കത്തില്ല. വാലന്റൈൻസ് ഡേക്ക് അടുത്ത വർഷം വരത്തുള്ളെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് അല്ലേ? വാലന്റൈൻസ് ഡേ മാത്രമല്ലല്ലോ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കാൻ പറ്റുന്ന. ഒരു അധ്യാപികയുടെ ഹൃദയം വെളി വന്നു.
വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, ബർത്ത്ഡേ ഒക്കെ വന്നാലും കൊടുക്കാം അല്ലേ? കൊടുക്കാമല്ലോ, അല്ലാതെ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാമല്ലോ. ഫംഗ്ഷൻസിന് കൊടുക്കാം, അതെ, ബർത്ത്ഡേകള്, ഫിക്സേഷന് കൊടുക്കാം. ഫിക്സേഷൻ ഒക്കെ പല പല ഐഡിയകളും ഉണ്ട്. അപ്പൊ ഏത് ഐഡിയക്ക് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ നോക്കിയേ. ബിസ്ക്കറ്റ്സ്, പല ടൈപ്പ് ബിസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്. കറാച്ചി ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. കറാച്ചി ബിസ്ക്കറ്റ് ഉണ്ട്. കറാച്ചി ബിസ്ക്കറ്റിന് പ്രത്യേകത എന്താ? അത് ഹൈദരാബാദിലൊക്കെ അല്ലേ കിട്ടത്തുള്ളത്. ആ ബിസ്ക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ഉണ്ട്. ഇമ്പോർട്ടന്റ് ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ദാണ്ട ബിസ്കോഫ് ഉണ്ട്, ബിസ്കോ ഫ്ലേവർ ഒക്കെ ഉണ്ട്. ബിസ്കോ ഫ്ലേവർ. പിന്നെ കുറെ സ്വീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ന്യൂട്ടെല്ല ഉണ്ട്, ബിസ്കോഫ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തൊക്കെ മേടിക്കണം? എന്തൊക്കെ വേണം അതെല്ലാം മേടിച്ചോ. എല്ലാം മേടിച്ചു. കട ചെറുതാണെന്ന് വിചാരിച്ച് നമ്മള് ഇത് വേണ്ട, അതൊന്നും വേണ്ട. പിന്നെ അതുപോലെ നമ്മുടെ നട്ട്സ് ഉണ്ട്, ഇതുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ഡ്രൈ ചെയ്ത് എടുക്കുന്നതാ, റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. എല്ലാം വാങ്ങിച്ചല്ലേ? അല്ല, വൈകിട്ട് ഞങ്ങള് വന്നു കഴിഞ്ഞാ അതെല്ലാം വാങ്ങിച്ചു. പല വെറൈറ്റിയാ. ചൈമ ഡേറ്റ്സ്, കൽമി ഡേറ്റ്സ്, പിന്നെ അജുവ ഉണ്ട്, പല വെറൈറ്റി ഉണ്ട്. എല്ലാ വെറൈറ്റി. നട്ട്സില് ഇതെല്ലാം നമ്മള് റോസ്റ്റ് ചെയ്യിച്ച് എടുക്കുന്നതാണ്. കാഷ്യൂ ചില്ലി ഉണ്ട്, ചില്ലി, പിന്നെ പെപ്പറിൻ്റെത്, പിന്നെ അതെ 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 അതെ, പല 1 kg ഉണ്ട്, ½ kg ഉണ്ട്. ഇതൊക്കെ ആവുമ്പോ കൺവീനിയന്റ് ആണ് നമുക്ക് കൈ കൊണ്ടുപോകാനൊക്കെ. അതെ അതെ അതെ. ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒരെണ്ണം കൈ കരുതി അത്യാവശ്യമുള്ള പരിപാടികളൊക്കെ. എയർ ടൈറ്റ് ആണ് ഇതെല്ലാം. അതെ 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 അതെ. എത്ര രൂപ വരും ഈ പാക്കറ്റ്സിന്? ഓരോന്നും സൈസ് അനുസരിച്ചാണ്. ഇത് ½ kg ആണ്. ഇത് പിന്നെ ഇത് കാഷ്യൂ ഏറ്റവും വലിയ സൈസാ, 180 180 ആണ്. അതിന് 1 kgക്ക് 500 രൂപ. അപ്പൊ നിങ്ങൾ ഗിഫ്റ്റ് പർപ്പസ് 500 അല്ല, ഇതിപ്പോ 590 അല്ലേ? 590, ½ kg. ഇതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റിംഗ് പർപ്പസിന് ബെസ്റ്റ് ആണ്. പിന്നെ നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോ കൊണ്ടുപോയി വേണ്ടിയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു. പിന്നെ ഫോക്സിന് മുട്ടായി അതെല്ലാം ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുക്കീസ്, ബട്ടേഴ്സ്, ബട്ടർ ക്രീംസ് അല്ലേ? ഗൾഫുകാർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് അത്യാവശ്യം വേണമെങ്കിൽ വന്ന് വാങ്ങാൻ പറ്റും. ഗൾഫുകാർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ. മുസ്ലി ഉണ്ട് ഗൈസ്. വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് പറ്റിയതാണ് മുസ്ലി കേട്ടോ. 12-in-1 പവർ ബ്രേക്ക്ഫാസ്റ്റ്. ഗൾഫിൽ നിന്ന് വന്ന 1-2 പേര് ഇവിടെ വന്ന് മിഠായി വാങ്ങിക്കാൻ. മിഠായി വാങ്ങാനൊക്കെ പറ്റിയ ഒരു ഇതാണ്. നമ്മള് ഇപ്പൊ ഒരാൾക്ക് ബഡ്ജറ്റ് പറഞ്ഞാലും അതിനനുസരിച്ച് മിഠായികള് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പൊ പെട്ടെന്ന് ലഗേജിനൊക്കെ ഒരുപാട് ചാർജ് അല്ലേ വരുന്നത്. ഇമ്പോർട്ടന്റ് മിഠായിസ് ഉണ്ടായത് കൊണ്ട് നമുക്കത് അതിനനുസരിച്ച് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ലേസ് ഒക്കെ. നമുക്ക് കുറച്ച് വെറൈറ്റി ലേസ് ഉണ്ട് കേട്ടോ. സാധാ കാണുന്ന ക്ലാസിക് ഒന്നും അല്ലാതെ വേഫർ ലേസ് ഉണ്ട്. പിന്നെ സൂപ്പർ റിംഗ് ഉണ്ട്. സൂപ്പർ റിംഗ് ഉണ്ട്. പിന്നെ മോൺസ്റ്ററിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. റാണി, കുനാഫ ചോക്ലേറ്റ്സ്, മൊഗു ഒക്കെ ഉണ്ട്. മിലാഫ് കോള ഉണ്ട് ഗൈസ്. നമുക്ക് മിലാഫ് കോള ഒരെണ്ണം എടുക്കാം. ഓക്കെ, മിലാഫ് കോള ഉണ്ട്. ഇത് കുറെ പേര് തപ്പി നടക്കുന്ന സാധനമാണ് ഈ മിലാഫ് കോള. ഇത് UAE-യുടെ ബ്രാൻഡ്, UAE-യുടെ സ്വന്തം കോളയാണ്. അവര് ഈന്തപ്പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന കോളയാണെന്ന് പറഞ്ഞ് ഉള്ളതാണ്. പഞ്ചസാരയൊക്കെ കുറവാണ്. ടേസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. ഇത് 120 രൂപയാണ്. ഇപ്പൊ നിക്കുമ്പോ തന്നെ 2-3 പേര് വാങ്ങിട്ട് പോയിട്ടോ. ഈ സാധനം കൊള്ളാന്ന് തോന്നുന്നു. നോക്കണം കേട്ടോ. കൊറേ ഡ്രൈ ഫ്രൂട്ട്സ് വെറൈറ്റീസ് ആണ്. പിസ്ത റോസ്റ്റഡ് ഉണ്ട്. ഇത് പിസ്ത 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. 2 അല്ല 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഒരു ടൈപ്പ്, അവിടെ ഇരിക്കുന്ന വേറെയാ. അവിടെയും ഉണ്ട് കൊറേ വെറൈറ്റീസ് ഉണ്ട്. 2 വെറൈറ്റി ആണ്. ഒന്നുകൂടെ ലൊക്കേഷൻ പറഞ്ഞുതരാം. നന്ദിലത്ത് G-Martന്റെ. കറക്റ്റ് പറഞ്ഞ നന്ദിലത്ത് G-Martന്റെ ഓപ്പോസിറ്റ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ ബദാം കണ്ട, റോസ്റ്റഡും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. നോർമലും ഉണ്ട്, റോസ്റ്റഡും ഉണ്ട്. ഫ്ലേവേഴ്സ് ഒന്നും വരുന്നില്ല, എന്നാലും റോസ്റ്റഡും. പിന്നെ ഇതുണ്ട് ഫിഗ്. 2 ടൈപ്പ് ഉണ്ട്.
വലുതുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടില്ല. നിങ്ങൾ 50 ഗ്രാം ആണെങ്കിൽ 50 ഗ്രാം, 100 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും. കുറേ ടൈപ്പ് സ്പ്രെഡ്സും ഉണ്ട്. ന്യൂട്ടെല്ല, വേഫറോൾ. ഇപ്പൊ എന്ത് പറയാനുള്ള ഇത് അതെന്താ? അൽഫോൺസ മാംഗോ കിവി അങ്ങനെ. അപ്പൊ ആവശ്യമുള്ളവര് ആംല ക്യാൻഡി ഉണ്ട്. ആവശ്യമുള്ളവര് വരിക, വാങ്ങുക, ഇഷ്ടമുള്ള സൈസിൽ വാങ്ങാൻ പറ്റും. അതെ, അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റും അല്ലേ? പിന്നെ കണ്ട് ഇതൊക്കെ ഉണ്ടേ, അംല ഹണി, അങ്ങനെ ബ്ലാക്ക്ബെറി ഇരിക്കുന്നു. ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി, ബ്ലൂബെറി ഞങ്ങൾക്ക് വലിയ താല്പര്യം. ബ്ലാക്ക്ബെറി, അത് ശരി. ബ്ലൂബെറി ഇവിടെ മേടിച്ചിട്ട് വലിയ ചിലവായില്ല. ആണോ? ഓക്കെ മാഗി മാം, ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. Thank you guys for seeing. പപ്പയെ കാണുന്നില്ലല്ലോ. പപ്പയെ കാണുമല്ലോ. പപ്പ കമ്പനി പോയി. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറയത്തുള്ളൂ. എനിക്ക് അറിയാവുന്ന പരമാവധി പറഞ്ഞു മാഗി അല്ലേ? അതെ. ഇന്ന് വീഡിയോ എടുക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. മാഗി കുറച്ചുകൂടെ ഒരുങ്ങി വന്നേനെ അല്ലേ? ഞാൻ അങ്ങനെ വന്നതല്ല, അപ്രതീക്ഷിതമായിട്ട് വന്നതാ. അതുകൊണ്ടാ നോർമൽ വേഷത്തിലൊരു മുതലാളി നിൽക്കുന്നത്. നോക്ക് മാഗിമേ, കൊള്ളാം മാഗിമേ. എന്നെ കടൻ സുന്ദരിയായിട്ടില്ലേ വന്ന്? സുന്ദരി. വേറെ വഴിക്ക് വന്നെങ്കിലും ഞങ്ങള് കുറച്ച് സാധനങ്ങൾ യാശുവിനൂടെ മേടിക്കണം. ഇന്നലെ ഞാൻ വന്നപ്പോഴും ഞാൻ വാങ്ങി കുറച്ച് സാധനങ്ങൾ, ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കണം. അവന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഡേ ആണ് സ്കൂളിൽ. അപ്പൊ അത് കൊടുത്തു വിടണം. എന്തിനാണ് പേടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞോളാം. മായമ്മ പേടിച്ച് പണ്ടൊടങ്ങി. പപ്പയെ കിട്ടണമെന്ന് പറഞ്ഞ് വന്നു, പക്ഷെ പപ്പയ്ക്ക് വരാൻ പറ്റിയില്ല. കമ്പനിയിൽ എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ പപ്പയെ കാണിച്ചു തരണം, കമ്പനിയും കാണിച്ചു തരണം. കഴിഞ്ഞ കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. വേറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ വെള്ളം വെക്കാൻ പാടില്ല. മാഗിയിൽ എനിക്ക് എന്റെ സാധനം സാധനം കിട്ടി, നമുക്ക് കിട്ടി. കുറച്ചധികം സാധനം വാങ്ങിയിട്ടുണ്ട്. യാഷിന് കൊടുക്കണം. യാഷിന് നാളെ സ്കൂളിൽ കൊടുത്തുവിടുന്ന വീഡിയോ ഞാനില്ല. ഇനി വരണം കേട്ടാ, എന്നിട്ട് എല്ലായിടത്തും പറയാൻ വേണം. എല്ലായിടത്തും പറയും, എല്ലാരും വരണം. ദുആ കണ്ടാ, ദുആ. അപ്പൊ മാഗിയമ്മ വല്ലപ്പോഴും ഒക്കെ ഇവിടെ കാണത്തോളൂ അല്ലേ? ഞാൻ വൈകിട്ടൊക്കെ കാണത്തോളൂ. പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ കാണും. അപ്പൊ മാഗിയമ്മയുടെ ഫ്രണ്ട്സും മാഗിയമ്മ സ്കൂളിലിരുന്ന് പിള്ളേരുടെ അമ്മമാരും ഒക്കെ കാണുന്നെങ്കിൽ ഈ വഴിക്ക് വരുമ്പോ എന്തായാലും അവരെല്ലാം കയറുമോ? കേറുമെന്ന്. ഓ, ഭയങ്കര കോൺഫിഡൻസ് ആണ് ഗൈസ്. നിങ്ങൾ കേറണം. ആ കോൺഫിഡൻസ് കളയരുത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോ ലവ് യു ഗൈസ്. ബൈ ബൈ പറ. ബൈ ടാറ്റ പറ. ടാറ്റ. ശരി ഗൈസ്, ബൈ. അച്ഛൻ തിരിച്ചു വന്നു ഗൈസ്. അച്ഛൻ തിരിച്ചു വന്നു. അച്ഛൻ വന്നു ഗൈസ്. അച്ഛൻ വന്നു. പെട്ടി തുറന്നു. പോവാണോ? ഞാൻ സാധനം എന്നെ കൊണ്ടുപോകാൻ വന്നതാ. എന്നിട്ടാ വരുന്നോന്നൊക്കെ. ടാറ്റ പറ. ഞങ്ങള് വാങ്ങി എല്ലാം. മാഗിയമ്മ എന്ന ഫുൾ ഫിഗറും ഫുള്ള് ഇതുമൊക്കെ. മാഗിയമ്മ വീഡിയോ മൊത്തം ഞാൻ പപ്പ വരുമെന്നാ പറഞ്ഞു, പക്ഷെ പപ്പ വന്നില്ല. അപ്പൊ അവരെ തിരക്ക്. നമ്മള് വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ടാറ്റ പറ. അപ്പൊ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദുബൈയോട് ടാറ്റ പറയാണ് ഗൈസ്. അപ്പൊ അച്ഛൻ വന്നത് ഞാൻ പപ്പ കാണുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. അതൊരു ഹെൽപ്ഫുള്ളായി. അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ പിടിക്കണം. അപ്പൊ അച്ഛൻ്റെ കൂടെ കാറി കയറിയൊക്കെ തിരിച്ചു പോകാമല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ഗൈസ് പലരും വീഡിയോ ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ വീഡിയോ കൂടുതൽ കാണാൻ പറ്റൂ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ബൈ ഗൈസ്.